വെൽക്കം ബാക്ക് സെറ്റ് ഗെയിമർസ്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഗെയിമിംഗ് ലവേഴ്സിന്റെ എക്കാലത്തെയും ലവിംഗ് ഫോണായ നൂബിയ റെഡ് മാജിക് 11 പ്രോ ഫോണിന്റെ സ്പെസിഫിക്കേഷൻസും ഇത് ഉടൻ വരാനിരിക്കുന്ന ഒരു ഫോൺ കൂടിയാണ്. ഇതിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. ഈ ഫോണിലെ പ്രൊസസർ എന്ന് പറയുന്നത് കോൾക്വാഗൺ സ്നാപ്ഡ്രാഗൺ 888 Gen 5ന്റെ പ്രൊസസറാണ് വന്നിരിക്കുന്നത്. ഫാബ്രിക്കേഷൻ നോക്കുകയാണെങ്കിൽ 3nm ആണ്. 16 GB റാം ആണ് ഈ ഫോണിൽ വരുന്നത്. LPDDR5T റാം ടൈപ്പ് ആണ് ഇതിൽ വരുന്നത്. 6.8 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. 1800 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഈ ഫോണിൽ നൽകിയിട്ടുള്ളത്. 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും ഈ ഫോണിൽ വരുന്നുണ്ട്. ബെസൽലെസ് പഞ്ച് ഹോൾ ഡിസ്പ്ലേ ടൈപ്പ് ആണ് ഈ ഫോണിലും വരുന്നത്. 163.82 mm ആണ് ഈ ഫോണിന്റെ ഹൈറ്റ് വരുന്നത്. 8.9 mm തിക്നെസ്സും ഈ ഫോൺ വരുന്നുണ്ട്. 1500 ഗ്രാമിന്റെ വെയിറ്റ് ആണ് ഈ ഫോൺ വരുന്നത്. നമുക്ക് ഇതിന്റെ ബിൽഡ് മെറ്റൽ നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡിൽ വരുന്നത് മെറ്റൽ ഗ്ലാസ് ആണ് വരുന്നത്. ഈ ഫോണിന്റെ വാട്ടർ റെസിസ്റ്റൻസി നോക്കുകയാണെങ്കിൽ IPX8ന്റെ വാട്ടർ റെസിസ്റ്റൻസി ആണ് വരുന്നത്. ഡീപ്പ് വാട്ടർ റെസിസ്റ്റൻസി ആണ് ഈ ഫോണിൽ നൽകിയിട്ടുള്ളത്. ഡസ്റ്റ് പ്രൂഫോട് കൂടിയാണ് ഈ ഫോൺ വരുന്നത്. നമുക്ക് ബാക്ക് ക്യാമറയുടെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലാണ് വന്നിട്ടുള്ളത്. 50 MB വൈഡ് ആംഗിൾ പ്രൈമറി ക്യാമറ, സെക്കൻഡറി ആയി അൾട്രാ വൈഡ് ആംഗിൾ 50 MB ക്യാമറയാണ് വന്നിട്ടുള്ളത്. മൂന്നാമതായി 2 MB ഡീപ്പ് ലെൻസുമാണ് കൂടെ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ക്യാമറ ഫീച്ചറിലേക്ക് പോവുകയാണെങ്കിൽ ഡിജിറ്റൽ സൂം, ഓട്ടോ ഫ്ലാഷ് എന്നിവ ക്യാമറ ഫീച്ചറുകളാണ്. വീഡിയോ റെക്കോർഡിംഗ് ക്വാളിറ്റി അല്ലെങ്കിൽ വീഡിയോ ഫീച്ചറിംഗ് നോക്കുകയാണെങ്കിൽ സ്ലോ മോഷൻ വീഡിയോ റെക്കോർഡിംഗ് ഫീച്ചറാണ് വന്നിട്ടുള്ളത്. വീഡിയോ റെക്കോർഡിംഗ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഫുൾ HD 240 FPS വീഡിയോ ക്വാളിറ്റി വരെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. 16 MB വൈഡ് ആംഗിൾ ക്യാമറയാണ് ഫ്രണ്ടിൽ വരുന്നത്. ഇനി നമുക്ക് 7500 mAh സിലിക്കൺ കാർബൺ ബാറ്ററിയാണ് ഇതിൽ വന്നിട്ടുള്ളത്. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഈ ഫോണിൽ വരുന്നുണ്ട്. വയർലെസ് ചാർജിങ്ങും ഈ ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 512 GB ആണ് ഇന്റർണൽ സ്റ്റോറേജ് വരുന്നത്. UFS 4.1 Pro സ്റ്റോറേജ് ടൈപ്പ് ആണ് വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കണക്ടിവിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ ഡുവൽ സിം സെറ്റപ്പ് ആണ് വന്നിട്ടുള്ളത്. 5G and 4G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Wi-Fi 2ന്റെ സെറ്റപ്പ് ആണ് വന്നിട്ടുള്ളത്. മൊബൈൽ ഹോട്ട്സ്പോട്ടിന്റെ ഒരു കണക്ഷൻ കൂടി ഇതിന് നൽകിയിട്ടുണ്ട്. Wi-Fi V5.4ന്റെ സപ്പോർട്ടാണ് വരുന്നത്. GPS-ഉം ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. NFC, IR ബ്ലാസ്റ്റർ എന്നിവയും ഈ ഫോണിൽ ഉണ്ട്. നിങ്ങൾ ഒരു ഗെയിമിംഗ് പ്രേമിയാണെങ്കിൽ ഈ ഫോൺ ഇറങ്ങിയാൽ നിങ്ങൾ ഇത് വാങ്ങിക്കുമോ? കമന്റിൽ രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ടെക് ടച്ച് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകൾ എന്റെ ചാനലിൽ കാണാൻ സാധിക്കുന്നതാണ്. തീർച്ചയായും ചാനൽ കയറി കാണേണ്ടതാണ്. ഇതിൽ നല്ല മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.